പിന്നെ ഈ സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലും റിമയല്ലാതെ ഒരു ഓപ്ഷൻ സത്യത്തിൽ ഈ പടത്തിൽ ആര് ചെയ്താലും അത് വർക്കൗട്ട് ആവില്ല. കാണുന്നവർക്കെല്ലാം എല്ലാവരും പറയുന്ന ഒരു സംഭവം ഇത് IFFK സിനിമയല്ല, ഇത് ഫെസ്റ്റിവൽ സിനിമയല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. എല്ലാവരും പ്രതീക്ഷിച്ചു വരുന്നതും അതാണ്. ബിരിയാണിക്ക് ശേഷം ഞാൻ ഒരു കമേഴ്ഷ്യൽ ഒരു ത്രില്ലർ സിനിമയായിരുന്നു. ഏകദേശം എല്ലാം ഡേറ്റ് ഒക്കെ കിട്ടി. ഈ നമ്മുടെ അജയൻ ചാലിശ്ശേരി ആയിരുന്നു എൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ. പ്രശാന്ത് തിരുവനന്തപുരത്തുള്ള ലീലയൊക്കെ ചെയ്ത പുള്ളിയായിരുന്നു DOP. ഞങ്ങൾ ഷോർട്ട് ഡിവിഷൻ വരെ ചെയ്തു. ഏകദേശം ചെന്നൈയിലും പോണ്ടിച്ചേരിയിലൊക്കെ ഞങ്ങൾ ലൊക്കേഷൻ ലോക്ക് ചെയ്തു. ഇതിൽ എൻ്റെ വീട്ടിൽ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കാണുന്ന നമ്മുടെ ത്രസി ചേച്ചി എന്ന് പറയുന്ന അവിടെ അവരുണ്ട്. അവരാണ് നമ്മുടെ ചക്ക ഇട്ട് തരുന്നതും തെങ്ങി കയറുന്നതും. ഇൻഡിപെൻഡന്റ് സിനിമയ്ക്കോ ഫോർമാറ്റുകളില്ല സത്യത്തിൽ. അങ്ങനെ എങ്ങനെയാണ് ഈ ഫെസ്റ്റിവൽസ് ഉണ്ടായത്? ഫെസ്റ്റിവൽസ് എന്ന് പറയുന്നത് അന്ന് തിയേറ്ററിൽ ഓടുന്ന സിനിമകൾക്ക് അതിനപ്പുറം എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആശയങ്ങൾ പ്രകടിപ്പിക്കുന്ന സിനിമകൾക്ക് ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഫെസ്റ്റിവലുകൾ എന്നുള്ള ഒരു ആശയം തന്നെ ലോകത്തുണ്ടാകുന്നത്. ബിരിയാണി 150-ൽ കൂടുതൽ ഫിലിം ഫെസ്റ്റിവൽസിൽ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. എത്രയോ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പല സ്ഥലത്തും എല്ലാ രാജ്യത്തും കാണിച്ചിട്ടുള്ളൊരു സിനിമയാണ്. പക്ഷെ ആ സിനിമ എന്തുകൊണ്ട് അത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഓഡിയൻസിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് അത് ഒരു മെയിൻ സ്ട്രീം പ്ലാറ്റ്ഫോമിൽ പോലും ഇല്ലാതെ ആ സിനിമ ഇപ്പോഴും ചർച്ച ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്, ആൾക്കാർ തേടി പിടിച്ചു പോയി കാണുകയാണ് പല ഇല്ലീഗൽ വെബ്സൈറ്റിലും ഒക്കെ. സംവിധായകൻ സജിൻ ബാബു ആണ് ദ ക്യൂ സ്റ്റുഡിയോ അഭിമുഖത്തിൽ. നമസ്കാരം. തിയേറ്റർ എന്ന സിനിമ മുമ്പ് ചെയ്ത 3 സിനിമകളിൽ നിന്നും ഇപ്പോൾ തിയേറ്റർ റിലീസിന് മുമ്പ് തന്നെ പറഞ്ഞിട്ട് അത് ഫോർമാറ്റ് വ്യത്യാസപ്പെട്ടാണ് ഒരു സോ കോൾഡ് ഫിലിം നമ്മുടെ ഫെസ്റ്റിവൽ ഫോർമാറ്റിൽ നിന്ന് വ്യത്യാസപ്പെട്ട് തിയേറ്ററിന് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്ത ഒരു ഫോർമാറ്റിൽ തന്നെയാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. ആ രീതിയിൽ ഇപ്പോൾ അറ്റംപ്റ്റ് പുതിയതാണ് ഈ സിനിമയിലേക്ക് വരുമ്പോൾ. ഇത് ഇപ്പൊ തിയേറ്റർ റെസ്പോൺസിന് ശേഷം ഇപ്പത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ശരിക്കും എന്താണ് മറ്റു 3 സിനിമകൾ കമ്പയർ ചെയ്യുമ്പോൾ? അല്ല, ഇപ്പൊ എനിക്ക് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്, മിക്കവാറൊക്കെ ഇപ്പോഴും കോളുകൾ വരുന്നുണ്ട്, ഒരുപാട് പേര് റിവ്യൂസ് എഴുതുന്നുണ്ട്. പക്ഷെ അത് വളരെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. കുറച്ച് ആൾക്കാരിലോട്ട് ഇങ്ങനെ ഒരു സിനിമ, ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ ഒരു ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഒരു സീരിയസ് ടൈപ്പ് സിനിമകളാണ്. അപ്പൊ ഇതും സീരിയസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയസ് സിനിമയാണ്. ഇതെന്ന് വെച്ചാൽ പക്ക കമേഴ്ഷ്യൽ സിനിമയാണെന്ന് വെച്ചാൽ പക്ക കമേഴ്ഷ്യൽ സിനിമയല്ല. അങ്ങനത്തെ ഒരു ഫോർമുല ഉള്ള സിനിമയല്ല. പക്ഷെ കുറച്ചുകൂടെ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ഈ സിനിമ ചെയ്തത്. നമ്മുടെ പരിമിതമായ ബജറ്റിന്റെയും പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ്. അപ്പൊ ഇത് കാണുന്നവർക്കെല്ലാം എല്ലാവരും പറയുന്ന ഒരു സംഭവം ഇത് IFFK സിനിമയല്ല, ഇത് ഫെസ്റ്റിവൽ സിനിമയല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. എല്ലാവരും പ്രതീക്ഷിച്ചു വരുന്നതും അതാണ്. പക്ഷെ കാണുന്നവർക്ക് അതല്ല കിട്ടുന്നത് എന്നുള്ളതിൽ ഒരു വലിയ സന്തോഷമുണ്ട്. പിന്നെ ഇനിയും നല്ല കമേഴ്ഷ്യൽ സിനിമകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തെളിയിക്കലൂടെയാണല്ലോ നമ്മൾ ഈ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യത്തിൽ. ഇനീഷ്യലി ഈ പറഞ്ഞ പോലെ കമേഴ്ഷ്യൽ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് പക്ഷെ എൻട്രി ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പം ഇൻഡിപെൻഡന്റ് സിനിമകളിലേക്കാണ്. അങ്ങനെ ഒരു തോട്ടായിരുന്നു അതോ ഇവോൾവ് ചെയ്ത് വന്നപ്പോ ഓക്കെ ഇനി കമേഴ്ഷ്യലിലേക്ക് കൈയെടുത്ത് അങ്ങനെ ഒരു ചിന്ത? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിനിമയായിട്ടേ കാണുന്നു. ബാരിയർ ഇല്ല, അങ്ങനെ ഒരു സിനിമ അങ്ങനെയാണ്. പക്ഷെ എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് സിനിമ ചെയ്യുന്ന 2014-15 സമയത്താണ്. ആ സമയത്ത് 24 വയസ്സ് ഉള്ള 25 വയസ്സൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ, എങ്ങനെയാണ് ഏത് തരം പടം ചെയ്യണം. അപ്പൊ എനിക്കൊന്നും നമ്മൾ ഒരു ആരും സപ്പോർട്ട് ചെയ്യാനില്ല. ഞാൻ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പലരുടെയും കൂടെ ചോദിക്കാൻ പോയി, പക്ഷെ ആരും നിർത്തിയില്ല. പിന്നെ എൻ്റെ ഒരു സിനിമ IFFK-ൽ എനിക്ക് തോന്നുന്നു ഞാൻ +2 കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വേൾഡ് സിനിമ തന്നെ കണ്ടു തുടങ്ങുന്നത്. പക്ഷെ ആ IFFK-ൽ പോയും അവിടുത്തെ ഡിസ്കഷനും അതുപോലെ ഫിലിം സൊസൈറ്റീസിൻ്റെ സ്ക്രീനിങ്ങിനും ഡിസ്കഷനും ഒക്കെ പോയിട്ടുമൊക്കെ കിട്ടിയ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ എന്നാൽ ഒരു ഇൻഡിപെൻഡന്റ് സിനിമ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് അസ്തമയം വരെ ചെയ്യുന്നത്. അതിൽ ആരും എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യരും ഇല്ലായിരുന്നു ആ സിനിമയിൽ. വളരെ ചെറിയ ബഡ്ജറ്റിലാണ് ആ സിനിമ ചെയ്തത്. പക്ഷെ ആ സിനിമ ബോംബെയിൽ മാമിയിൽ ഇന്ത്യ ഗോൾഡ് കോമ്പറ്റീഷൻ ആയിരുന്നു, IFFK-ൽ ഇന്റർനാഷണൽ കോമ്പറ്റീഷനിലായിരുന്നു, ബാംഗ്ലൂർ ഫെസ്റ്റിവലിൽ മികച്ച ഇന്ത്യൻ സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടി, ചിത്രഭാരതി അവാർഡ്. IFFK-ൽ രജത ചകോരം 2 അവാർഡ് കിട്ടുന്നു. അങ്ങനെ ആ സിനിമ വേറൊരു തരത്തിൽ അങ്ങനെ ആവുന്നതാണ്. അല്ലാതെ ഞാൻ പർപ്പസ്ഫുള്ളി ഒരു എളുപ്പം അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സിനിമാ സങ്കല്പം അന്ന് ആ പ്രായത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ അന്നുണ്ടായിരുന്ന സങ്കല്പം അല്ലല്ലോ. ഇപ്പൊ നമ്മൾ മാറുമല്ലോ, മനുഷ്യരെന്നുള്ള നിലയിൽ നമ്മൾ സിനിമയിലും മാറും, ക്യാരക്ടറിലും മാറും, നമ്മുടെ എല്ലാ വ്യൂസും മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം എക്സ്പീരിയൻസ് പലതരത്തിൽ വരുമ്പോഴും
ഇന്നാണെങ്കിൽ ഞാൻ ഒരു പക്ഷെ അത് അങ്ങനത്തെ ഒരു സിനിമ ആയിരിക്കത്തില്ല ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ബിരിയാണിക്ക് ശേഷം ഞാൻ ഒരു പക്ക ഒരു കമേഴ്ഷ്യൽ ഒരു ത്രില്ലർ സിനിമയായിരുന്നു. ഏകദേശം എല്ലാം ഡേറ്റ് ഒക്കെ കിട്ടി. ഈ നമ്മുടെ അജയൻ ചലിശ്ശേരി ആയിരുന്നു എൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ. പ്രശാന്ത് തിരുവനന്തപുരത്തുള്ള ലീലയൊക്കെ ചെയ്ത പുള്ളിയായിരുന്നു DOP. ഞങ്ങൾ ഷോർട്ട് ഡിവിഷൻ വരെ ചെയ്തു. ഏകദേശം ചെന്നൈയിലും പോണ്ടിച്ചേരിയിലൊക്കെ ഞങ്ങൾ ലൊക്കേഷൻ ലോക്ക് ചെയ്തു. ഷൂട്ടിന്റെ ഘട്ടം വരെ എല്ലാം എത്തിയതാണ്. എന്നിട്ട് 3D അജയൻ ചേട്ടൻ മൊത്തം സെറ്റ് ഡിസൈൻ ചെയ്തു. ഞങ്ങൾ ഏകദേശം ഒരുമിച്ച് ഒരു 2.5 മാസം ഉണ്ടായിരുന്നു. അപ്പൊ എന്നിട്ടത് ലാസ്റ്റ് നിമിഷത്തിൽ ഈ പറഞ്ഞ പോലെ സിനിമ അങ്ങനെയാണല്ലോ, ചിലപ്പോൾ നടക്കും നടക്കാതിരിക്കും. അതിനുശേഷമാണ് ഞാൻ പെട്ടെന്ന് ഒരു ഗ്യാപ്പ് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു 2-3 വർഷം അതിന്റെ പിന്നിൽ പോയി, അതിൻ്റെ ഒരു എഫേർട്ട്. അതിനുശേഷമാണ് ഞാൻ തിയേറ്റർ പിന്നെ പെട്ടെന്ന് ചെയ്യുന്നത്, പെട്ടെന്ന് എഴുതുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. അപ്പൊ അതിലും കുറച്ചൊരു നമ്മുടെ അപ്പം അത്ര വലിയ ബഡ്ജറ്റ് സിനിമയൊന്നും അല്ലല്ലോ, ഭയങ്കര ബഡ്ജറ്റ് ഒന്നും ഉള്ള സിനിമയല്ല. അപ്പൊ അതുകൊണ്ട് അതിൽ നമ്മുടെ ഒരു വഴി കുറച്ചുകൂടെ ഒന്ന് കാണിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതാണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഫെസ്റ്റിവലിനും ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടം അതാണ്. അതുകൊണ്ടാണ് ഈ ഫെസ്റ്റിവൽ മോസ്കോയിലെടുത്തു, വേറെ പല ഫെസ്റ്റിവൽസിലെടുത്തു. പക്ഷെ ആ ഒരു കൺഫ്യൂഷൻ നമ്മുടെ ടീമിനും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് അത് അവിടെ ഒന്നും കൊടുക്കാൻ പറ്റാത്തത്. പിന്നീട് പക്ഷെ റഷ്യയിൽ ഇപ്പം യാൾട്ടയിൽ പ്രീമിയർ ചെയ്തു, കസാനിൽ പ്രീമിയർ ചെയ്തു, ഇപ്പം കൽക്കട്ടയിൽ ഇന്ത്യൻ പ്രീമിയർ വേണം, കൽക്കട്ടയിൽ കോമ്പറ്റീഷനിൽ സെലക്ഷൻ കിട്ടി. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ സിനിമ ഈ പറഞ്ഞ പോലെ ഫെസ്റ്റിവലും ഈ പറഞ്ഞ കമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇത് കുറച്ചുകൂടെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സിനിമയിലേക്ക് ഇപ്പൊ തിയേറ്റർ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ ഒരു തിയേറ്റർ ഫോർമാറ്റിന്റെ ഒരു മെയിൻ ഫാക്ടർ ഉറപ്പായും റിമ എന്ന് പറഞ്ഞൊരു നടി, അത് ഉറപ്പായിട്ട് ഒരു ഫാക്ടർ ആയിട്ട് വരികയാണല്ലോ. റിമയിലേക്ക് എത്തുന്നത് ശരിക്കും ഈ കഥയോ ഈ സ്റ്റോറി ലൈനോ ഒക്കെ തോട്ട് പ്രോസസ്സിൽ നിന്ന് റിമ വരുന്ന ശേഷം ഇതിന്റെ ഇവല്യൂഷൻ എങ്ങനെയാണ് ശരിക്കും മാറുന്നത്? റിമ ഞാൻ നേരത്തെ പറഞ്ഞ സ്ക്രിപ്റ്റ് ഞാൻ റിമയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. തമിഴല്ലാതെ മലയാളത്തിലായിരുന്നു ആദ്യം എഴുതിയത്. ആ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പൊ അത് പുള്ളിക്കാരിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായതാണ്. നമുക്ക് ഒരുമിച്ച് ചെയ്യാന്നൊക്കെ ഉള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് നടന്നില്ല, അത് തമിഴിലോട്ടായി. അങ്ങനെയാണ് ഞാൻ പിന്നെ പെട്ടെന്ന് ഇത് എഴുതുമ്പോൾ ഞാൻ വേറെ പലരെയും അങ്ങനെ ആലോചിച്ചെഴുതിയ ഒരു സ്ക്രിപ്റ്റ് അല്ല. ഞാൻ പറയില്ല ഇന്നവർ വേണം എന്നുള്ള. ഇപ്പൊ ബിരിയാണി എഴുതുമ്പോൾ എന്റെ മനസ്സിൽ കനി ഉണ്ടായിരുന്നു, പക്ഷെ ഇത് എഴുതുമ്പോൾ അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷെ 1-2 പേര് ഞാൻ സമീപിച്ചു. പക്ഷെ പിന്നെ ഒരു ഡിസ്കഷനിലാണ് റിമയാണ് ബെറ്റർ എന്നുള്ളൊരു ഓപ്ഷനിലോട്ട് മാറുന്നതും. പിന്നെ ഈ സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും റിമ അല്ലാതെ ഒരു ഓപ്ഷൻ സത്യത്തിൽ ഈ പടത്തിൽ ആര് ചെയ്താലും അത് വർക്കൗട്ട് ആവില്ല. കാര്യം ഫിസിക്കലി കുറെ തെങ്ങ് കയറുക എന്നൊക്കെ പറയുന്നത് എളുപ്പമല്ല. നീന്തല്, ഇത് തുഴയില്, പിന്നെ ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ഒരു ഫിസിക്കൽ എഫേർട്ട് ഭയങ്കര, അതും പെർഫോമൻസും ഇത് രണ്ടും ചേരുന്ന വേറെ എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ഒന്നുകിൽ ഒരാൾ ചിലപ്പോൾ നന്നായിട്ട് അഭിനയിക്കുമായിരിക്കും, ചെറിയ ചിലപ്പോൾ നന്നായിട്ട് ഫിസിക്കലി ഇത് ചെയ്യുമായിരിക്കും. പക്ഷെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കിട്ടുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് റിമ തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു, വേറെ ഓപ്ഷൻ ഇല്ല എന്ന് തന്നെയാണ് അത്. റിമയെ ശരിക്കും ചാലഞ്ച് ചെയ്തത് ഈ പറഞ്ഞ ഫിസിക്കൽ എഫേർട്ട് ഒരുപാട്, തെങ്ങേറ്റം മാത്രമല്ലല്ലോ, തോണി തുഴയുന്ന ഈ അവസാനമുള്ള ഈ ക്ലൈമാക്സ് ബ്ലോക്കിലുള്ള ഈ ഡാൻസ് സീക്വൻസും പരിപാടിയും ഒക്കെ ഉണ്ട്. റിമയിലേക്ക് ശരിക്കും എത്തിയിട്ട് ഈ സിനിമയുടെ വലിപ്പവും വ്യാപ്തിയൊക്കെ കൂടുന്ന അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു? ഇല്ല, ഇതൊരു ഇനീഷ്യലി ഡിസൈൻ ചെയ്ത അങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് സിനിമയായിട്ട് തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തും. ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ വലിയ കാരവാനോ അങ്ങനെ ഒന്നും ഇല്ല. പക്ഷെ അതൊക്കെ വളരെ കൃത്യമായിട്ട് അവർ ഒരു പ്രൊഫഷണലായിട്ട് ഭയങ്കര രസമായിട്ടാണ് നമ്മളോടൊപ്പം സഹകരിച്ചത്. അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും ഒക്കെ തന്നെ അങ്ങനെ ഈ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മളോടൊപ്പം നിന്നതും നമ്മളോടൊപ്പം സഹകരിച്ചതും. ഈ പറഞ്ഞ ഈ പടത്തിന് വേണ്ടിയിട്ട് 100% എഫേർട്ട് ഇട്ടതും. ആരും ഒരു ഡിമാൻഡും ഇല്ലായിരുന്നു. പിന്നെ എല്ലാവരും ആ ഒരു കൂട്ടായ്മയുടെ എനിക്ക് തോന്നുന്നു ഒരു റിസൾട്ടാണ് ഈ സിനിമ കാണുന്ന ഓഡിയൻസിന് കിട്ടുന്നത്. അതാണല്ലോ സിനിമയുടെ ഒരു മാജിക് എന്ന് പറയുന്നത്. അപ്പൊ അതെന്തായാലും കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ഈ സിനിമയുടെ ഈ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ വയാൽ ശശി ആയാലും ഇപ്പൊ ബിരിയാണി ആയാലും ഇപ്പൊ തിയേറ്റർ ആയാലും ഒക്കെ ഇതിനൊരു ക്യാരക്ടർ സ്റ്റഡി ഒരു സ്വഭാവം കൂടി ഉണ്ടല്ലോ. ഒരു മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് അതിന്റെ ഒരു ക്യാരക്ടർ സ്റ്റഡി എന്നുള്ള രീതിയിലും കൂടെ ഒരു ചർച്ച ചെയ്യാലോ. ഇപ്പൊ ഈ മീര എന്നുള്ള ക്യാരക്ടറിന്റെ ശരിക്കും ഇൻസ്പിറേഷൻ ഈ പറഞ്ഞ ആർട്ടിക്കിളിൽ നിന്ന് മാത്രമാണോ? ഇപ്പൊ ബിരിയാണിയുടെ കേസിൽ പറഞ്ഞിട്ടുണ്ട് കണ്ട ആളുകളിൽ നിന്ന് എത്തിയതാണ്. ഇപ്പൊ മാനവീയം വീതിയിൽ നിന്നാണ് അയാൾ ശശി എന്നുള്ള കഥ കിട്ടുന്നത്, അവിടെ തന്നെയാണ് ഷൂട്ടും ചെയ്തത്. അത്തരത്തില് ഇപ്പൊ ഈ മീര എന്നുള്ള പറഞ്ഞ ക്യാരക്ടർ സ്വന്തം ജീവിതത്തിൽ നിന്ന് മാത്രം എടുത്താണ്, രണ്ടിന്റെയും കൂടെ ഒരു ബ്ലെൻഡാണ് സത്യത്തിൽ എന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ എല്ലാ സിനിമകളും ഞാൻ റൂട്ടഡ് ആയിട്ട് ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചറിഞ്ഞതും എക്സ്പീരിയൻസ് ചെയ്തതും വായിച്ചതും ഒക്കെ ആയിട്ടുള്ള ഒരു അത്തരം
ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും ചെയ്തിട്ടുള്ളത്. പിന്നെ ചെയ്യാൻ പോകുന്ന സിനിമ അങ്ങനെയാണെന്നല്ല പറയുന്നത്. അപ്പോൾ അത് വേറൊരു തരത്തിലുള്ള വ്യത്യാസമുണ്ട്, ഉറപ്പായിട്ട് വ്യത്യാസമുണ്ട്. ഇതിൽ എൻ്റെ വീട്ടിൽ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കാണുന്ന നമ്മുടെ ത്രസി ചേച്ചി എന്ന് പറയുന്ന അവിടെ അവരുണ്ട്. അവരാണ് നമ്മുടെ ചക്ക ഇട്ട് തരുന്നതും തെങ്ങി കയറുന്നതും. എനിക്കൊരു ഭയങ്കര രസമുള്ള, ഞാൻ എൻ്റെ വീട്ടിലൊന്നും സത്യത്തിൽ ഈ സിനിമ താല്പര്യമുള്ള ആൾക്കാരല്ല. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ കറണ്ട് പോലും ഇല്ലായിരുന്നു. TV, അപ്പോൾ ഓഫ് കോഴ്സ് TV എന്തായാലും ഇല്ല. അപ്പൊ ഞാൻ അടുത്ത വീട്ടിൽ പോയാണ് TV കാണുന്നത്. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് സിനിമയോടൊരു വല്ലാത്ത അടുപ്പവും പാഷനും ഒക്കെ തോന്നിയിട്ട് എനിക്ക് സത്യത്തില് സിനിമ കാണാൻ ഈ ത്രസി ചേച്ചി ഇട്ട് വരുന്ന ചക്ക കൊണ്ട് ഞാൻ വീട്ടിലാരും അറിയാതെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുമ്പോഴാണ് ഞാനത് ഇതാക്കിയിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി കൂറ് വെച്ച് വിറ്റിട്ട് ആ പൈസ എടുത്തിട്ടാണ് ഞാൻ സിനിമ കണ്ടിരുന്നത്. അപ്പൊ അത്രയും എനിക്ക് ആ ക്യാരക്ടർ ഈ പറയുന്ന ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ അതാണ് സത്യത്തിൽ എന്നെ ഈ ഒരു, പിന്നെ ഈ റിയൽ ലൈഫ് ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ അതും എൻ്റെ നാട്ടിൽ നടന്നതാണ്. നെടുമങ്ങാടിനടുത്തൊരു വേങ്കവള എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നടന്ന ഒരു അമ്മയുടെയും മകളുടെയും ലൈഫുമാണ്. അതിൻ്റെ ഒരു ഫ്രണ്ടാണ് അതെന്നോട്, ഒരു പ്രദീപ് കനിയാടി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഡോക്യുമെന്ററി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ പുള്ളിയാണ് ശരിക്കും എനിക്ക് ഈ 3 ഇങ്ങനെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഇൻഫർമേഷൻ തരുന്നത്. എന്നിട്ടാണ് ഞാൻ അത് കളക്ട് ചെയ്ത് വെക്കുന്നതും. അതാണ് പിന്നീട് ഈ സ്ക്രിപ്റ്റ് എഴുതാൻ നേരത്ത് അതിലോട്ട് പ്രചോദനമായത് എന്നുള്ളതാണ്. തോട്ട് തുടങ്ങുന്നത് ശരിക്കും ഈ പറഞ്ഞ ആ സമയം തൊട്ട് മനസ്സിൽ ഈ തോട്ടും കഥയൊക്കെ ഉണ്ട്, അങ്ങനെയാണോ? കഥയും എല്ലാം ഈ വർഷങ്ങളായിട്ട് രൂപപ്പെട്ട് കിടക്കുന്ന ഒരു സാധനമല്ലോ. പക്ഷെ എഴുതാൻ 10, 20, 30 ദിവസം കൊണ്ട് എഴുതി തീർത്ത് പെട്ടെന്ന് ഇതിലോട്ട് കയറി ഷൂട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ഒരു പ്രൊജക്റ്റ് ആവുകയും ചെയ്തൊരു പടമാണ്. അല്ല അതിനുവേണ്ടി ഒരുപാട് സമയം എടുക്കുകയോ, അപ്പൊ അതേസമയം ഒരുപാട് സമയം എടുത്ത് വർഷങ്ങൾ കൊണ്ട് എഴുതുന്ന പല സ്ക്രിപ്റ്റുകളും ചിലപ്പം റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇപ്പൊ ഞാൻ കൊളാബറേറ്റ് ചെയ്തിട്ട് പലരുമായിട്ട് ചെയ്യുന്നത്. ഇപ്പം അപ്പൂപ്പൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാഫിക് നോവലിസ്റ്റ് ഉണ്ട്, ജോർജ് മാത്തൻ എന്നാണ് പേര്. എനിക്കൊന്നും പലർക്കും അറിയായിരിക്കും. അദ്ദേഹത്തിന്റെ ബുക്സ് ഒക്കെ ഇപ്പം പെരുമാൾ മുരുകനുമായിട്ട് ചേർന്ന് ജല്ലിക്കെട്ട് അതിൻ്റെ ഇതും ഒരുപാട് ഫ്രഞ്ചിലും പലരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പുള്ളിയുടെ ബുക്സ് ഒക്കെ അത്യാവശ്യം നല്ല പബ്ലിഷേഴ്സും നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും ഒക്കെ പോകുന്നൊരു ഇവിടുത്തെ ഒരു മെയിൻ സ്ട്രീം അറിയുന്നവർക്ക് അറിയാം. പുള്ളിയായിട്ട് ഞങ്ങൾ കൊളാബ് ചെയ്തുകൊണ്ട് 2 കൊല്ലമായിട്ട് 1.5 കൊല്ലമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് പുള്ളിയുടെ ഒരു ബേസ് ഐഡിയയിൽ നിന്ന് പുള്ളി ഉണ്ടാക്കിയ ഒരു ഗ്രാഫിക് നോവലിൻ്റെ ഒരു ഐഡിയയിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇപ്പം എൻ്റെ സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേയും 1.5 കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെ അങ്ങനെ കൊളാബ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുമായിട്ടും ഞാൻ അസോസിയേറ്റ് ചെയ്ത് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അതൊന്നൊരു പുതിയൊരു സംഭവമാണ്. അതേസമയം കമേഴ്ഷ്യലിയും കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റിൻ്റെയൊക്കെ ഡേറ്റുള്ള ബജറ്റും ഒക്കെ വേണ്ട സിനിമകളാണ് അതൊക്കെ. അപ്പൊ അങ്ങനെ 3-4-5 സ്ക്രിപ്റ്റുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല രീതിയിലും പണിയെടുത്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ സിനിമ ഓക്കെ വേറൊരു ഫോർമാറ്റിൽ ചെയ്യാമെന്നുള്ളൊരു ആശയത്തിൽ തന്നെ ചെയ്തതാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ഈ പറയുന്ന പോലെ ഇപ്പൊ കമേഴ്ഷ്യൽ ഫോർമാറ്റ് ഇന്നതൊക്കെ എന്ന് പറയുന്ന പോലെ ഇൻഡിപെൻഡന്റ് സിനിമകൾക്കും അങ്ങനെ ഒരു ഫോർമാറ്റും ഇന്ന ഫെസ്റ്റിവലിന് ഇന്നൊരു ഫോർമാറ്റ് അങ്ങനെയൊക്കെ ഉണ്ടോ? ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, സജിൻ ജൂറിയിലും കൂടെ ഒരുപാട് ഫെസ്റ്റിവലില് ജൂറിയും കൂടെ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളും കൂടെയാണ് ചോദിക്കുന്നത്. അത്തരത്തിലൊരു ഫോർമാറ്റ് ഇൻഡിപെൻഡന്റ് സിനിമയ്ക്ക് ഒരു ഫോർമാറ്റ് ഉണ്ടോ? ഇൻഡിപെൻഡന്റ് സിനിമയ്ക്കോ ഫോർമാറ്റുകൾ ഇല്ല സത്യത്തിൽ. അങ്ങനെ എങ്ങനെയാണ് ഈ ഫെസ്റ്റിവൽസ് ഉണ്ടായത്? ഫെസ്റ്റിവൽസ് എന്ന് പറയുന്നത് അന്ന് തിയേറ്ററിൽ ഓടുന്ന സിനിമകൾക്ക് അതിനപ്പുറം എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആശയങ്ങൾ പ്രകടിപ്പിക്കുന്ന സിനിമകൾക്ക് ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഫെസ്റ്റിവലുകൾ എന്നുള്ള ഒരു ആശയം തന്നെ ലോകത്തുണ്ടാകുന്നത്. അപ്പൊ അവിടെ വേറെ തരത്തിലുള്ള എക്സ്പ്രഷൻസ് കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സിനിമകളാണ്. പക്ഷെ പിന്നീട് പിൽക്കാലത്ത് അതൊരു ഫോർമുലയായിട്ട് മാറി എന്നുള്ളതാണ്. ഇപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു പല ഫെസ്റ്റിവൽസിനും അവരുടെ ഒരു ഫോർമുലയുണ്ട്. അത് ഇൻഡിപെൻഡന്റ് സിനിമയ്ക്കെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ അങ്ങനെ അത് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ഒരു കമേഴ്ഷ്യൽ സിനിമ, ഫോർമുല സിനിമ എന്ന് നമ്മൾ പറയാറുണ്ട്. 3 ആക്ഷൻ അല്ലെ 2 പാട്ട്, പിന്നെ ക്ലൈമാക്സ് ഇത്ര ഇട്ടിട്ടൊക്കെ ഉള്ളൊരു ഒരു ഇത് ചെയ്യുന്നത് പോലെ തന്നെ ഫെസ്റ്റിവൽസിനും കൃത്യമായിട്ടുള്ള ടിക്ക് മാർക്സുകൾ ഇത് ചെയ്തിട്ട് ചെയ്യുന്ന പലരും അത് ഭയങ്കര മിടുക്കരുമാണ്. അവരൊക്കെ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള എൻ്റെ ഒരു ഒബ്സർവേഷൻ. ചില ഫെസ്റ്റിവൽസിൽ ചില സിനിമകൾ വർക്കാവില്ല, ചില ഫെസ്റ്റിവൽസിൽ ചില സിനിമകൾ വർക്കാവും. അപ്പൊ ഇന്ന ഫെസ്റ്റിവൽ ടാർഗറ്റ് ചെയ്തിട്ട് ചില ആൾക്കാർ ചെയ്യുമ്പോൾ അതെല്ലാം ആ ടിക്ക് മാർക്കുകളൊക്കെ കൃത്യമായിട്ട് ഇട്ടിട്ട് ആ സാധനം ചെയ്യുകയാണെങ്കിൽ ആ സിനിമ ചിലപ്പോൾ അവിടെ എത്തുമായിരിക്കും. പിന്നെ ഫെസ്റ്റിവൽസ് ഒക്കെ ബന്ധങ്ങളാണ്, കൂടുതലും കണക്ഷൻസ് ആണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെയും ഇവിടുത്തെ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. ഒരു ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസ് ആണെങ്കിൽ പോലും കാര്യം അത്രമാത്രം സിനിമകളുടെ എണ്ണം ഉണ്ടെന്ന്. നമുക്ക് പണ്ടാണെങ്കിൽ 50-100 സിനിമകളെ കാണുള്ളായിരിക്കും, അല്ലെങ്കിൽ 200 സിനിമയായിരിക്കും ഒരു വലിയ ഫെസ്റ്റിവലിൽ. ഇപ്പൊ അതിന്റെ സ്ഥലത്ത് 3000-4000 സിനിമകളാണ്
കാനും ബെർലിനും വെനീസും പോലുള്ള ഫെസ്റ്റിവൽസിൽ വരുന്നത്. അപ്പൊ ഇത് കാണുക എന്ന് തന്നെ ഇത് എത്ര കാലം എടുക്കും ഇത് കാണാൻ. അത് ഓൺലൈനിൽ ഇത് ചെയ്യുക. പക്ഷെ അവിടെ പ്രോഗ്രാമേഴ്സും ക്യൂറേറ്റേഴ്സും ഫെസ്റ്റിവൽ ഡയറക്ടേഴ്സും ഒക്കെ ആയിട്ടുള്ളൊരു ബന്ധങ്ങളാണ്. അവരെ അയച്ചു കൊടുക്കുക, അവര് ഈ പറഞ്ഞ ജൂറിയുടെ മുന്നിൽ സബ്മിറ്റ് ചെയ്തിട്ട് അവർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ റെക്കമെൻഡ് ചെയ്താണ് ഇപ്പം ഫെസ്റ്റിവൽസ് വർക്ക് ആവുന്നത്. ഫെസ്റ്റിവൽസിന്റെ ഒരു വർക്കും വേറെ ലെവലിലാണ്. അത് പലർക്കും അറിയുന്നില്ല എന്നുള്ളതാണ് അതിന്റെയൊക്കെ യാഥാർത്ഥ്യം. അതൊരു പ്രാക്ടിക്കൽ പർപ്പസും കൂടെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും, അതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു നല്ല സിനിമ എടുത്തെന്ന് പറഞ്ഞ് ഒരു നല്ല സിനിമയെന്ന് ഒരു ഫെസ്റ്റിവലിൽ റീച്ച് ചെയ്യണമെന്നില്ല, വിൻ ചെയ്യണമെന്നില്ല, റീച്ച് ചെയ്യണമെന്നില്ലല്ലോ, അവർ കാണണമെന്നില്ലല്ലോ, നമ്മൾ അയച്ചു കൊടുത്തെന്ന് പറഞ്ഞിട്ടും കാണണമെന്നില്ലല്ലോ. അതുപോലെ ചെറിയ ചെറിയ ഫെസ്റ്റിവൽസ് ഒക്കെ അങ്ങനെ ചിലപ്പം അയച്ചു കൊടുത്താൽ കാണാൻ പറ്റുമായിരിക്കും, അവർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്യുമായിരിക്കാം. പക്ഷെ അതും ഒരു സൈഡിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ വേറെ വലിയ ഫെസ്റ്റിവൽസും വലിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബന്ധങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഫെസ്റ്റിവൽസിലൊക്കെ പോകുന്നത്. ഫെസ്റ്റിവൽസിന് ഇപ്പൊ ജൂറി ആയിട്ട് പോകുമ്പോഴും നമുക്കൊരു ഫീഡും ഒരു ഫോർമാറ്റും അങ്ങനെ ഒരു എന്താ പറയാ ഒരു ഇതുണ്ടോ, ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ പോലെ ഒരു? തീർച്ചയായിട്ടും. ഇപ്പൊ 4 പേര് 5 പേര് ഇരിക്കുന്നു പറഞ്ഞാൽ 5 പേരുടെ സിനിമാ സങ്കല്പങ്ങളും സിനിമ അവയർനെസ്സും അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ നോളജും അവരുടെ എല്ലാ കാര്യങ്ങളും വെച്ചിട്ടാണല്ലോ ഈ 5 പേര് സിനിമയെ ജഡ്ജ് ചെയ്യുന്നത്. അത് വ്യത്യസ്തമാണല്ലോ. ഒരു കലാസൃഷ്ടിക്കും ഈ പറഞ്ഞ പോലെ ഇന്നത് നല്ലതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിന്റെ ഒരു അനിശ്ചിതത്വം എല്ലാ ആർട്ടിനും ഉണ്ട്. അത് സിനിമയ്ക്ക് മാത്രമല്ല ഏത് ആർട്ടിനും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെ ഒരു ജൂറി ആയിട്ടിരിക്കുമ്പോൾ ചില സിനിമകൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ഒരു പക്ഷെ വേറൊരാൾക്ക് ഇഷ്ടപ്പെടില്ല. അതിവിടെ ഒരു 5 പേര് ഇരിക്കുന്നതാണെങ്കിൽ 3 പേര് പറയുന്ന സിനിമയാണല്ലോ അവിടെ കയറുന്നത്. അപ്പൊ അതിനൊക്കെ പിന്നെ ഞാൻ അതുകൊണ്ടാണ് വിശ്വസിക്കുന്നത്, ജനം കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നതും അവരഭിപ്രായം പറയുന്നതുമാണ് ഏറ്റവും കൂടുതൽ ഒരു ജൂറി ആയിട്ട് വർക്ക് ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ പോലും എനിക്ക് പറയാനുള്ള കാര്യമല്ല. അത് ഒരു അവാർഡ് കിട്ടിയത് കൊണ്ട് ഒരു സിനിമയും ഭയങ്കര നല്ലതും ആവുന്നില്ല, ഒരു അവാർഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിനിമയും മോശമാവുന്നില്ല. പക്ഷെ അത് കാണുന്ന ശരിക്കുള്ള ഓഡിയൻസിന്റെ അടുത്ത് എത്തുകയും ആ ഓഡിയൻസ് ആ സിനിമ ജഡ്ജ് ചെയ്യും, അത് അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ബിരിയാണി 150-ൽ കൂടുതൽ ഫിലിം ഫെസ്റ്റിവൽസിൽ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്രയോ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, പല സ്ഥലത്തും എല്ലാ രാജ്യത്തും കാണിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ ആ സിനിമ എന്തുകൊണ്ട് അത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഓഡിയൻസിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് അത് ഒരു മെയിൻ സ്ട്രീം പ്ലാറ്റ്ഫോമിൽ പോലും ഇല്ലാതെ ആ സിനിമ ഇപ്പോഴും ചർച്ച ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്, ആൾക്കാർ തേടി പിടിച്ചു പോയി കാണുകയാണ് പല ഇല്ലീഗൽ വെബ്സൈറ്റിലും ഒക്കെ. അപ്പൊ അത് സിനിമ കൊള്ളാം അല്ലെങ്കിൽ അവർക്ക് കണക്ട് ചെയ്യുന്നു, അത് ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് പോകുന്നത്. അല്ലെങ്കിൽ ആ സിനിമ അവിടെ തീർന്നേനെ. അപ്പൊ അതാണ് ഏറ്റവും വലിയ കാര്യം. അല്ല ഒരു അവാർഡ് കിട്ടിയിരുന്നെങ്കിലും അല്ലെങ്കിൽ 3 അവാർഡ് കിട്ടിയാലോ അല്ലെ 10 കുറെ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാലും ആ സിനിമ ആൾക്കാരിൽ എത്തില്ല. അപ്പൊ എത്രയോ അവാർഡ് കിട്ടിയ സിനിമകൾ ആരും കാണാതിരിക്കുന്നു. ഇവിടുത്തെ ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് ഉൾപ്പെടെ പല അവാർഡുകൾ കിട്ടി എത്രയോ സിനിമകൾ ഒരു മനുഷ്യരും കാണുന്നില്ല, ഒരാളും എത്തുന്നില്ല, റീച്ച് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് അവാർഡ് എന്ന് പറയുന്നത് ഒരു വലിയ അതൊരു 4 പേര് 5 പേര് ഇറങ്ങി ഇരിക്കുന്ന, അതിൽ ചിലപ്പോൾ നല്ല സെൻസിബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ ജൂറി അംഗങ്ങളുടെ ഇതനുസരിച്ചിരിക്കും. അവരുടെ സെൻസിബിലിറ്റി ആണല്ലോ പ്രധാനം. ഇപ്പൊ ബിരിയാണി എന്ന സിനിമ ഇപ്പൊ സജിന്റെ 3ാമത്തെ സിനിമയായിട്ട് വരുന്നു. അതുവരെ ഉള്ളതിനെക്കാട്ടിലും ഉറപ്പായിട്ടും ഏറ്റവും റീച്ചും ഏറ്റവും ആളുകളിലേക്ക് എത്തിയ സിനിമയും ഏറ്റവും ഡിസ്കഷൻ ഉണ്ടാക്കിയ സിനിമയും ബിരിയാണിയാണ്. ഈ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഭയങ്കര കൺസ്ട്രക്റ്റീവായ ക്രിറ്റിസിസം ഉണ്ട്, അല്ലാതെയുള്ള ക്രിറ്റിസിസം ഉണ്ട്, അതല്ലാതെ ഭയങ്കര കൺസ്ട്രക്റ്റീവായ റിവ്യൂസ് ഉണ്ട്. എല്ലാ രീതിയിലും പല ധ്രുവങ്ങളിൽ നിന്നുള്ള ഫീഡ്ബാക്സ് ഉണ്ടല്ലോ. ഇത് പേഴ്സണലി നമ്മളെ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രോത്തിലേക്കാണോ, അതോ സജിൻ പേഴ്സണലി എപ്പോഴെങ്കിലും ഡിസപ്പോയിന്റഡോ എപ്പോഴെങ്കിലും ഒരു ബാക്ക് ഫുട്ട് വെക്കാൻ എപ്പോഴെങ്കിലും കാരണം എങ്ങനെയാണ് പേഴ്സണലി ഇൻഫ്ലുവൻസ് ചെയ്തത്? പേഴ്സണലി ആ സിനിമ എത്തുക എന്നുള്ളതാണല്ലോ, റീച്ച് ചെയ്യപ്പെടുക എന്നുള്ളതാണല്ലോ ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം. അതിന്റെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഈ രാഷ്ട്രീയമൊന്നും പൊളിറ്റിക്സ് ഒന്നും എളുപ്പം പറയുന്നത്, പക്ഷെ ഞാൻ പറയുന്നത് രാഷ്ട്രീയവും പൊളിറ്റിക്സും അല്ല. അതിലൊക്കെ ഒരു പവർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അധികാരം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പക്ഷെ ഇത് ഫിലോസഫി എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫിലോസഫി അത് നമ്മുടെ സിനിമകളിലൂടെ നമ്മുടെ ആർട്ടിലൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്തു, അത് വിട്ടു. അത് കണക്ട് ചെയ്യുന്നവർക്ക് കണക്ട് ചെയ്യാം, കണക്ട് ചെയ്യാത്തവർക്ക് കണക്ട് ചെയ്യണ്ട. ഇപ്പം 150 രൂപ കൊടുത്തോ അല്ലെങ്കിൽ ഒരാൾ 2 മണിക്കൂർ സമയം കണ്ടെത്തി ഒരു സിനിമ കണ്ടെങ്കിൽ അയാൾക്ക് അതിനെക്കുറിച്ച് നല്ലത് പറയാനും മോശം പറയാനും ഉള്ള അവകാശം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഇപ്പം നമ്മളെ കണ്ടിട്ട് എല്ലാവരും നല്ലത് പറയണമെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അൾട്ടിമേറ്റ് ആയിട്ട് ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം നല്ലത് പറഞ്ഞാലും മോശം പറഞ്ഞാലും കണക്ട് ചെയ്യുന്നവർക്ക് കണക്ട് ചെയ്യും. ഇപ്പൊ എന്റെ പടത്തിലൊക്കെ ഇതുവരെയുള്ള പല ലേയേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം വെറുതെ ഇരുന്ന് എളുപ്പത്തിൽ ഇപ്പൊ അൻഡു ഡസ്ക് ഒക്കെ ഇങ്ങനെ എളുപ്പം കാണാൻ പറ്റുന്ന ഒരു പടമല്ല. പക്ഷെ അന്ന് അത് KSFDC റിലീസ് ചെയ്തിട്ട് 10-25 ദിവസം ഓടിയ സിനിമയാണ്, ആൾക്കാരിലെത്തി. ഒരു ആർട്ടിസ്റ്റും ഇല്ലാത്തൊരു പടമാണ്. അയാൾ ശശിയും റിലീസ് ചെയ്തു,
ഇപ്പോൾ C5-ലുണ്ട്. അതേസമയം ബിരിയാണി അങ്ങനെ ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ സിനിമ എന്ന് പറയുന്നത് സിനിമയ്ക്ക് ഒരു സിനിമ ഒരുപോലെ ഇരിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിൻ്റെ വിഷ്വൽ ലാംഗ്വേജിലാവട്ടെ, അതിൻ്റെ ഫോർമാറ്റിലാവട്ടെ, അതിൻ്റെ കണ്ടന്റിലും ഫോമിലും ആവട്ടെ, അങ്ങനെ വർക്ക് ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് എൻ്റെ 4 സിനിമ 4 രീതിയിലാണ് ഇരിക്കുന്നത്. 4 തരത്തിലാണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് സാധനം എന്ന് വെച്ചാൽ ബിരിയാണിയൊക്കെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കുറച്ചുകൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ എല്ലാ അർത്ഥത്തിലും നമ്മൾ ആ ഒരു പഠനം, നമ്മളൊരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ സിനിമ പഠിക്കുന്നു, ലൈഫ് പഠിക്കുന്നു, ജീവിതത്തിൻ്റെ പൊളിറ്റിക്കൽ പല കാര്യങ്ങൾ പഠിക്കുന്നു, എല്ലാം നമ്മൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിൽ എനിക്ക് മനസ്സിലായി ഇത് കുറച്ചുകൂടെ ആൾക്കാർക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ വേണം ചെയ്യണം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ബിരിയാണിയൊക്കെ അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ പടവും തിയേറ്ററൊക്കെ ഇമോഷണലി ഇവിടെ കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിൽ പക്ഷെ അങ്ങനെ ഒരു സ്ഥിരം ഫോർമാറ്റിൽ പോകരുതെന്നുണ്ട്. അപ്പൊ ഇതിൻ്റെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഓഫ് ലൈഫാണ് ഈ സിനിമ കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് സിനിമയുടെ ട്രീറ്റ്മെന്റിലും അൺപ്രഡിക്റ്റബിലിറ്റി വേണം. ഫസ്റ്റ് ഹാഫ് കാണുന്നവർ പറയുന്നു ഫസ്റ്റ് ഹാഫ് ഭയങ്കര രസമുണ്ട്, സിനിമാറ്റിക് ആണെന്ന് പറയുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് എനിക്ക് അറിഞ്ഞൂടാത്തോണ്ടല്ലോ അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു സ്പേസ് നമുക്ക് ഇത്തരം പടങ്ങളിലേ കിട്ടുള്ളൂ. അത് പക്ഷെ വേറൊരു കമേഴ്ഷ്യൽ പോലത്തെ ഒരു പടത്തിൽ, ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന പടത്തിൽ എനിക്ക് അങ്ങനെ അത് ചെയ്യാൻ പറ്റില്ല. അത് കുറച്ചുകൂടെ വേറൊരു തരത്തിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യാൻ നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഇതിൽ എനിക്ക് അങ്ങനെ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ആ സ്പേസ് യൂസ് ചെയ്യലാണല്ലോ. അതാണല്ലോ ഒരു ഫിലിം മേക്കർ അടയാളപ്പെടുത്തുന്നത്. ബിരിയാണി ആയാലും ഇപ്പൊ തിയേറ്റർ ആയാലും രസമുള്ള കാഴ്ചയല്ലല്ലോ. ഈ പറഞ്ഞ വിഷ്വലില് അല്ലെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്നത് നമുക്ക് ഡിസ്റ്റർബിങ് ആയ വിഷ്വൽസും കൂടിയാണല്ലോ. നമ്മളെ പേഴ്സണലി ഇപ്പോൾ നമ്മളത് ഭയങ്കര ഒരു നോ ബ്രെയിനർ ആയിട്ട് എളുപ്പത്തിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു വിഷ്വൽ അല്ലല്ലോ. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒക്കെ ഇപ്പൊ നമുക്ക് അതിന്റെ ഒരു കൺവിക്ഷൻ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇത് ഡിസ്റ്റർബിങ് ആയ കാഴ്ചയായ ഉറപ്പായിട്ടും തിയേറ്ററിൽ വർക്ക് ആവാനുള്ള സാധ്യതകൾ കുറവാണല്ലോ പ്രൊപ്പോർഷനേറ്റ് നോക്കാൻ. അത്തരത്തിൽ ഇതൊരു ബ്രേവ് അറ്റംപ്റ്റ് ആണ്. ഓക്കെ, അത് എന്ത് വന്നാലും അത് തന്നെ കാണിക്കാന്നുള്ള ഇതില് ഒരു കൺഫ്യൂഷനോ ഒരു കൺസേണോ ഉണ്ടായിരുന്നു ശരിക്കും? അല്ലേ, ഇത്തരം സിനിമകൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളിലൂടെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ കണ്ടത്, ഞാൻ റൂട്ടഡ് ആയിട്ടുള്ള സിനിമകളാണ് കൂടുതൽ ഇതുവരെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ റൂട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഈ ഡിസ്റ്റർബൻസ് ഉള്ള പല സംഭവങ്ങളും നമ്മുടെ ലൈഫിലും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ കുട്ടിക്കാലം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ വീട്ടിലാരും സിനിമ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ നമ്മുടെ ഓണത്തിനൊക്കെ നമ്മുടെ നാട്ടിൽ അന്ന് വളരെ ചെറിയ പ്രായത്തിൽ 4 വയസ്സിലും 5 വയസ്സിലും ഒക്കെ തന്നെ എങ്ങനെയോ സിനിമ ഇങ്ങനെ മനസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ കിങ് എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി കുറെ നാൾ കഴിഞ്ഞിട്ടാണ് നാട്ടില് ഗ്രാമത്തിൽ TV ഓണത്തിന് കാണിക്കുന്നത്. അപ്പം ഫസ്റ്റ് സിനിമ എനിക്ക് കാണാൻ പറ്റില്ല. 7 മണിക്ക് തുടങ്ങി ഇരുട്ടാവുമ്പോ. അപ്പം വീട്ടിൽ പറയാൻ പറ്റില്ല. അപ്പം വീട്ടുകാർ ഉറങ്ങിയിട്ട് ഞാൻ 9 മണി 9:30 ആകുമ്പോൾ വീട്ടുകാർ നേരത്തെ കിടന്നുറങ്ങുമല്ലോ, നാട്ടുമ്പുറം ആയതുകൊണ്ട്. ഞാൻ കൂപ്പെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് ഞാൻ വരുന്നത്. അപ്പൊ ഞാൻ 9:30 ആകുമ്പം പോയിട്ട് ഈ കിങ് രണ്ടാമത്തെ പടം പോലെ കാണുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പെട്ടെന്ന് ഒരാൾ വന്ന് ഞാൻ കണ്ടോണ്ടിരിക്കുക, സിനിമ ഏറ്റവും ഫ്രണ്ടിൽ പോയിരിക്കുക. ഒരാളിങ്ങനെ തോണ്ടി. ഞാൻ വെച്ച് കുനിഞ്ഞിരിക്കാനായിരിക്കും. ഞാൻ കുനിഞ്ഞിരുന്നു. പിന്നെ വീണ്ടും കുറച്ച് സ്പീഡിൽ ശക്തമായി തോണ്ടി തിരിച്ചു നോക്കിയപ്പോഴാണ് എൻ്റെ ഫാദറായിരുന്നു. പുള്ളി അവിടെ നിന്ന് ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്നെ പൊക്കിയെടുത്ത് അവിടെ ഉള്ള ഒരു വേലിക്കമ്പ് വീഴുന്നത് അവിടെ ഇട്ട് എന്നെ അടിച്ച് എന്നെ തിരിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ എത്രയോ അങ്ങനത്തെ എക്സ്പീരിയൻസിൽ ഇപ്പോൾ പുള്ളി എൻ്റെ 10th എക്സാമിൻ്റെ ഒരു 4 ദിവസം മുന്നേ എൻ്റെ എല്ലാ പുസ്തകങ്ങളും, ഒരാഴ്ച മുന്നേ എൻ്റെ എല്ലാ പുസ്തകങ്ങളും എടുത്ത് കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ പുള്ളി അതെന്ന് പറഞ്ഞാൽ പിന്നീട് അന്നെനിക്ക് പുള്ളി, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു ലൈഫൊക്കെ പറയുമ്പോൾ ഞാൻ 17 വയസ്സിൽ +2 കഴിഞ്ഞിട്ട് ഞാൻ വീട് വിട്ടിറങ്ങിയ ആളാണ്. എന്നിട്ട് പിന്നെ സ്വന്തമായിട്ടാണ് ജോലിയെടുത്തും പഠിത്തവും. ഞാൻ LLBക്ക് ജോയിൻ ചെയ്യുന്നതും യൂണിവേഴ്സിറ്റി കോളേജിൽ ഡിഗ്രി ചെയ്യുന്നതും അതിനോടൊപ്പം തന്നെ ചെറിയൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ഡിപ്ലോമ കോഴ്സൊക്കെ ചെയ്യുന്നതും ഒക്കെ ഈ സ്വന്തമായിട്ടുള്ളൊരു സിനിമ പാഷനും ഒക്കെ ആയിട്ടാണ്. 17 വയസ്സ് വരെ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങാൻ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്ന ഞാൻ അതിനുശേഷം പിന്നെ ഒരു ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആവുകയാണ്. അപ്പോൾ അതൊക്കെ ഒരു ലൈഫിൻ്റെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റിയും അല്ലെങ്കിൽ ലൈഫിൻ്റെ ഒരു എക്സ്പീരിയൻസും, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ ഈ പറഞ്ഞില്ലേ, ഞാൻ സിനിമ കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞില്ലേ, ഇത് ചെയ്യുന്നതും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ആ എക്സ്പീരിയൻസ് അല്ലേ നമുക്ക് സിനിമയിൽ കൊണ്ടുവരാൻ പറ്റും. അതൊന്നും നല്ലതല്ലല്ലോ. എല്ലാം നല്ലതുമല്ല, എല്ലാം അതിനുശേഷം ഉണ്ടായിട്ടുള്ള ചില എക്സ്പീരിയൻസുകളും. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ ഈവൻ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഒരു ഭയങ്കര കാര്യമാണ് ഒരാളുടെ സിറ്റുവേഷൻ. ഇപ്പൊ ഞാനൊക്കെ 17 വയസ്സ് വരെ ജീവിച്ച ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. അവിടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നുമില്ല. എല്ലാവരും നമ്മൾ അവിടെ ഇങ്ങനെ പറഞ്ഞു തരാനൊന്നും ആരുമില്ല. ഈ പറഞ്ഞതുപോലെ ഈ എൻ്റെ ഒരു ലക്ഷൻ വീട് കോളനിയായിരുന്നു നമ്മുടെ, അതിൻ്റെ തൊട്ടടുത്ത വീടായിരുന്നു എൻ്റെത്. അപ്പം ഞാൻ എൻ്റെ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്
ഞാൻ അവിടെ കളിച്ചു വളർന്ന എൻ്റെ കൂട്ടുകാരും ഞാൻ അവിടെ പോയി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാരും ഒക്കെ ഇങ്ങനെ ദളിതരാണെന്ന് വരെ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽ ഇതായിട്ടല്ല ഞാൻ പറയുന്നത്, അങ്ങനെ മനസ്സിലാക്കുന്നത് പോലും ഈ പിന്നീട് പിൽക്കാലത്താണ്. അപ്പം അതുപോലെ തന്നെയല്ലേ നമ്മുടെ പൊളിറ്റിക്കലി ആരും കറക്റ്റ് ആവുന്നില്ല. നമ്മൾ പിന്നീട് നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എല്ലാവരും. പൊളിറ്റിക്കൽ കറക്റ്റായിട്ട് ആരും ജനിക്കുന്നില്ലല്ലോ. അത് നമ്മുടെ സിനിമയിലും ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ലൈഫിലും ഉണ്ട്. ആ മാറ്റമല്ലേ, ആ ഒരു കുറെ കാര്യങ്ങളാണ് ഞാൻ ഈ പടത്തിൽ ഈ തിയേറ്ററിൽ ഈ അൺപ്രഡിക്റ്റബിലിറ്റി ഓഫ് ലൈഫും അതൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ ക്യാരക്ടേഴ്സിന്റെ ഈ പറഞ്ഞ പോലെ അവര് വരുന്ന കമ്മ്യൂണിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. നമ്മുടെ ഈ ഫോം ഓഫ് എക്സ്പ്രഷൻ എന്ന രീതിയിൽ സിനിമയെ കാണുമ്പോൾ ഉറപ്പായിട്ടും അവര് വരുന്ന കമ്മ്യൂണിറ്റി, അതില് ചുറ്റിപ്പറ്റി അവര് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതിൽ എത്രത്തോളം പ്രിവിലേജ്ഡ് ആണ് എന്ന രീതിയിൽ അത് ക്രിറ്റിസിസം വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഈ പറഞ്ഞ പോലെ തിയേറ്റർ എന്ന സിനിമയിലേക്ക് വരുമ്പോൾ ഈ ഒരു സവർണ ഹിന്ദു കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു ബാക്ക് സ്റ്റോറി സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു സെക്കൻഡ് ഹാഫിന്റെ അടുത്തൊരു ഈ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ അവരുടെ ഒരു ഹിസ്റ്ററി പോലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത്തരം ഐഡിയ, അതിലേക്ക് വരുന്ന ഇവല്യൂഷൻ, അതിന്റെ പിന്നിലെ റിസർച്ച്, അതൊക്കെ എങ്ങനെയാണ്? അത് ഭയങ്കര എഫേർട്ട് ഇട്ടിട്ട് കേരളത്തിൽ പുളുവൻ പാട്ടും നാഗാരാധനയും ഒക്കെ ഉള്ളത് ഒരു വിഭാഗത്തിന് മാത്രമല്ല, അത്യാവശ്യം എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. നാഗവും യക്ഷിയും മറുതയും ഒന്നും ഈ പറയുന്ന ഒരു മാത്രമുള്ളതല്ല. അപ്പൊ അതെല്ലാരും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിന്റെ പിന്നിൽ ഈ പറഞ്ഞില്ലേ, ഞാൻ കണ്ടിട്ടുണ്ട് ഇത്തരം സംഭവങ്ങള്. അപ്പം അതിനെ നമ്മൾ ഉറപ്പായിട്ട് അതിന്റെ പിന്നിൽ റിസർച്ച് ചെയ്യും, അത് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കും. പിന്നെ നമ്മുടെ ഇതിന്റെ വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ റിയാലിറ്റി. ഇന്നത്തെ കാലത്ത് നമ്മൾ യാഥാർത്ഥ്യമേത്, സത്യമേത്, തെറ്റേത്, ശരിയേതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണോ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തന്നെ. ഇപ്പൊ നമ്മുടെ സിനിമയുടെ കഥ എടുത്താൽ പോലും ഇപ്പൊ റിമ പറഞ്ഞൊരു കാര്യത്തിന് വെറുതെ ഇതാക്കിയിട്ട് പ്രശ്നം ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്. അത് തന്നെയല്ലേ നമ്മുടെ സിനിമയിൽ ഞാൻ പറയാൻ ശ്രമിച്ചത്. അപ്പൊ നമുക്ക് ആരുടെ കൂടെ നിൽക്കാൻ പറ്റും? ഒരു സത്യത്തിന് പല മുഖങ്ങളുണ്ടെന്നുള്ള കാര്യമാണല്ലോ. അത് പണ്ടും ഉണ്ട്. പക്ഷെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെ കാര്യത്തിൽ ഇപ്പൊ ഒരു കാര്യത്തിന് തന്നെ പലരും റിപ്പോർട്ട് ചെയ്യുന്നത്, പ്രിന്റ് മീഡിയ ഒന്നായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, യൂട്യൂബ് ചാനൽസ് വേറൊരു തരത്തിലായിരിക്കും, അല്ലെങ്കിൽ മറ്റു മീഡിയകള് സോഷ്യൽ മീഡിയ പലതരത്തിലായിരിക്കും, അതുപോലെ വ്യക്തികൾ പലതരത്തിലായിരിക്കും ഓരോ കാര്യത്തെ പറയുന്നത്. ആ സാധനമല്ലേ, അതല്ലേ റിയാലിറ്റി. നമുക്ക് 2 ദിവസം കഴിയുമ്പോഴായിരിക്കും ഇതിന്റെ സത്യം വേറെ എന്നറിയുന്നത്, ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഇതിന്റെ സത്യം ഇതാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു ലൈഫ് ഉണ്ടല്ലോ, നമ്മൾ എങ്ങനെ, അതാണ് ദ മിത്ത് ഓഫ് റിയാലിറ്റി എന്ന് പറയുന്ന ടൈറ്റിലും ടാഗ് ലൈനും കൊടുക്കാൻ, അത് തന്നെയല്ലേ സിനിമയും. അങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നതാണ്. അത് എത്രത്തോളം അങ്ങനെ എത്ര പേർക്ക് അത് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഈ പറഞ്ഞതെന്ന് കണക്ട് ചെയ്ത് ചോദിക്കുകയാണ്, ഇപ്പൊ ഈ തിയേറ്റർ എന്ന് പറഞ്ഞ സിനിമയുടെ ഈ പ്രീ റിലീസ്, അതിന്റെ ഒരു പ്രൊമോഷണൽ മെറ്റീരിയൽ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് റിമയുടെ ഈ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് റിമ വന്ന് സംസാരിച്ച എല്ലാ ഇന്റർവ്യൂസും അല്ലെങ്കിൽ എല്ലാ പബ്ലിക് ഡിസ്കോഴ്സും ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്ന, അതിന് വിമർശനമുണ്ട്, സപ്പോർട്ടേഴ്സ് ഉണ്ട്. അത് ഡൈസെക്ട് ചെയ്ത് ഒരു വലിയ ജനസമൂഹമുണ്ട്. ഈ പറയുന്ന ആളുകളൊന്നും തിയേറ്ററിലേക്ക് വരാത്തൊരു ഫാക്ടർ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു സിനിമ ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയിന്റും കൂടെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഞാനിത് ചോദിക്കുന്നത്. അതൊരു വലിയ ഫാക്ടറാണ്. ഈ പറഞ്ഞതിൽ നിന്ന് ഒരു 50% ആളുകളെങ്കിലും തിയേറ്ററിലേക്ക് വന്ന സിനിമ വിജയമാവും എന്നുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ടല്ലോ. അതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ട്? എന്താണ് തീർച്ചയായിട്ടും അതിന്റെ റിയാലിറ്റി എനിക്കറിയാലോ. അപ്പൊ ഈ സിനിമ എന്ന് പറയുന്നത് സീരിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്റെ മുൻ സിനിമകൾ കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ കൂടുതൽ കാണുന്നത്, അല്ലെങ്കിൽ പുതിയ ഓഡിയൻസ് വരുന്നുണ്ട്, അവർ പറഞ്ഞു കേട്ടിട്ടാണ് വരുന്നത്. ഇതിപ്പം ഇതൊരു ഫെസ്റ്റിവൽ സിനിമയാണോ അല്ലെങ്കിൽ ഇതൊരു കമേഴ്ഷ്യൽ സിനിമയാണോ എന്നുള്ള കൺഫ്യൂഷൻ ഓൾറെഡി ഇതിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് ഇപ്പൊ കാണുന്നവരെല്ലാം പോസിറ്റീവായിട്ട് എഴുതുന്നുണ്ട്, റിവ്യൂസ് നല്ല രീതിയിലാണ് പറയുന്നത്. എല്ലാവരും എന്തുകൊണ്ട് ഈ പടത്തിന് ഭയങ്കര ആള് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പലരും ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ റിയാലിറ്റി എനിക്കറിയാം. ഈ സിനിമ വിസിബിലിറ്റി ഉണ്ടാക്കിയെടുക്കൽ മാത്രമാണ് ഇതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. ആള് വരുന്ന ഒരു ഫാക്ടർ ഇന്നത്തെ കാലത്ത് എന്താണ്, ഒന്നുകിൽ വലിയ ബ്രഹ്മാണ്ഡ സിനിമ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു എന്റർടൈനർ ആയിരിക്കണം, അല്ലെങ്കിൽ അത്രയും കൊമേഴ്ഷ്യൽ വാല്യൂസ് ഉള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരിക്കണം. അപ്പൊ അതില്ലാന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ ഇതിന്റെ ആ സത്യം എനിക്ക് പേഴ്സണലി എനിക്കറിയാം. പിന്നെ എന്തെങ്കിലും ഒരു തരത്തിൽ ആരെങ്കിലും വരട്ടെ എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ കൂടുതൽ. അത് പക്ഷെ വരുന്നുണ്ട്. നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അത് ഈ സിനിമ കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രേ ഞാനും ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇത് ഈ പറഞ്ഞ ഭയങ്കര ഹിറ്റാവുക, അല്ലെങ്കിൽ ഇത് ചർച്ചയാവും OTT-യിൽ വരുമ്പോൾ. ഇപ്പം തന്നെ പലരും ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ഇനി കാണും ഈസി ആയിട്ട്. ഇത്രയും റിവ്യൂസ് ഒക്കെ OTT
ഇതിൽ ഉറപ്പായിട്ട് ഈ സിനിമ ഡിസ്കസ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് തീരെ തള്ളിക്കളഞ്ഞു പോകാൻ പറ്റുന്ന ഒരു പടമല്ലല്ലോ. കണ്ട പ്രേക്ഷകൻ എന്നുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ അതുകൊണ്ട് ചർച്ച ചെയ്യും, അത് റീച്ച് ചെയ്യും. ഇനിയും ഇപ്പോഴും ഫെസ്റ്റിവൽസിൽ പോകുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും വിസിബിലിറ്റി, ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യം, റിമയുടെ പെർഫോമൻസ് ഗംഭീരമാണ്, സരസ ബാലുശ്ശേരിയുടെ പെർഫോമൻസ് നല്ലതാണ്, ഡെയിൻ ഡേവിസ് നല്ലതാണ്, അതിൽ ആക്ടേഴ്സ് എല്ലാം നല്ലതാണ്, ടെക്നിക്കലി നല്ലതാണ്, ക്രാഫ്റ്റ് വൈസ് നല്ലതാണ്, എല്ലാം പറയുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ വിമർശനം പറയുന്നവർ പോലും പൂർണ്ണമായിട്ട് അങ്ങനെ തള്ളിക്കളയുന്ന ഒരു പൊട്ട സിനിമയാണെന്ന് ഇതുവരെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. അപ്പൊ അത് പലതരം മനുഷ്യരാണ്, അവരുടെ ഇതനുസരിച്ച് സിനിമയെക്കുറിച്ച് വിലയിരുത്താം. പക്ഷെ അത് സിനിമയ്ക്ക് ഗുണം തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ 2014 തുടങ്ങി ഇപ്പൊ ഒരു നോക്കുകയാണെങ്കിൽ 11 വർഷം ഈ പറഞ്ഞ ഒരു ഇൻഡി സ്ട്രാറ്റത്തിൽ നിൽക്കുന്ന ഒരു ഫിലിം മേക്കറിന്റെ സർവൈവൽ ശരിക്കും എങ്ങനെയാണ്? അത് ചിലപ്പോ ഈ പറഞ്ഞ പോലെ അതെ അത് പക്ഷെ നമ്മൾ ഈ പറഞ്ഞില്ലേ, ചിലത് അങ്ങനെ അങ്ങ് കൊണ്ടുപോകുന്നു എന്നുള്ളത് പോലെ തന്നെയാണ്. പക്ഷെ എനിക്കൊന്ന് ബിരിയാണിക്ക് ശേഷം എനിക്കൊരു 5 സ്ഥലത്തുനിന്ന് അഡ്വാൻസ് കിട്ടിയിട്ടുണ്ട്. അത് വലിയ എമൗണ്ടുകളും ചെറിയ എമൗണ്ടുകളും ഉൾപ്പെടെ. അപ്പൊ അതൊക്കെ തന്നെയാണ് കൂടുതലായിട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ എന്റെ സിനിമകളൊക്കെ എല്ലാ തരത്തിലും ഒരു പരിധിക്കപ്പുറം ഒരു ലോസ് സംഭവിച്ചിട്ടില്ല ആർക്കും. പരിധിക്കപ്പുറം നഷ്ടം സംഭവിച്ചിട്ടില്ല. ഞാൻ വളരെ ചെറിയ പൈസയൊക്കെയാണ് അൻഡു ദ ഡസ്ക് ചെയ്തത്. അത് അവാർഡ് പൈസ മാത്രം കൊണ്ട് ആ സിനിമയുടെ ഇത് കവർ ചെയ്തു. അയാൾ ശശി Z5-ലുണ്ട്. ബിരിയാണി എന്ന് പറഞ്ഞാൽ നല്ല പൈസ കിട്ടിയത് പടമാണ്, പ്രൊഡ്യൂസറും ഒക്കെ ഹാപ്പിയാണ്. പിന്നെ ഉള്ളത് ഇപ്പൊ തിയേറ്ററാണ്. തിയേറ്ററും എനിക്കറിയാം അത് വർക്കൗട്ട് ആവും എന്നുള്ളത് എനിക്കറിയാം നന്നായിട്ട്. അപ്പം ഇതുവരെ ഞാൻ അതേസമയം ഒരു കമേഴ്ഷ്യൽ സിനിമ എടുത്തിട്ടുള്ള പലരുടെയും സിനിമകൾ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ വൻ നഷ്ടമാണ് ഒരു പ്രൊഡ്യൂസറിന്. നമ്മൾ ഇതുവരെ ഒരു നഷ്ടം ഈ സിനിമ കൊണ്ട്, ഞാൻ എടുത്ത സിനിമകൾ കൊണ്ട് ആർക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതേസമയം പ്രോഫിറ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ എനിക്ക് ലോകം മുഴുവൻ യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം കുറെ രാജ്യങ്ങളിലും പല മനുഷ്യരെയും പല കൾച്ചറും അതെ സിനിമയും കൊണ്ടുപോയിട്ടുണ്ട്, സിനിമയായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ ഒരു വലിയ കാര്യമല്ലേ. അത് നമ്മൾ എത്ര ലക്ഷം രൂപ എനിക്ക് പ്രതിഫലം കിട്ടിയാലും ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് അവിടെ പോകാൻ പറ്റണമെന്നില്ല, അവിടുത്തെ ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല, അവിടുത്തെ കൾച്ചർ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അവിടുത്തെ ഓരോരോ ഇവിടുത്തെ ചിലപ്പോൾ ഇവിടെ നമ്മൾ ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ശരിയെന്ന് തോന്നുന്ന പല കാര്യവും ഇപ്പൊ വേറൊരു രാജ്യത്ത് പോകുമ്പോൾ അവിടെ തെറ്റാണ്. അല്ലെങ്കിൽ അത് എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആയിരിക്കും. അതേസമയം അതിനപ്പുറം ചില കാര്യങ്ങൾ എല്ലാം ഡിഫറെന്റ് ആണ്. ഓരോ രാജ്യത്തും ഡിഫറെന്റ് ആണ്. ഇപ്പൊ യൂറോപ്പിൽ തന്നെ പോയി, യൂറോപ്പിലെ പല രാജ്യങ്ങളിലും പല ഇതാണ്. ഇന്ത്യയിൽ തന്നെ നോർത്ത് ഈസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഓരോ ട്രൈബ്സിനും ഓരോ കൾച്ചറാണ്, ഓരോ രീതിയിലാണ്. ബേസിക് ഇത് ഒഴിച്ച് ബാക്കിയെല്ലാം ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പല രാജ്യങ്ങളിൽ പോകുന്നതുകൊണ്ടാണ്. എല്ലാ അതിന്റെ എക്സാമ്പിളൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്, ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല. അപ്പം അതൊരു വലിയ കാര്യമല്ലേ, ഒരു ഫെസ്റ്റിവൽ അത്തരം ലോകം കാണാൻ പറ്റുക, ഒരുപാട് പേരെ മീറ്റ് ചെയ്യാൻ പറ്റുക, ഒരുപാട് പരിചയക്കാരെ കിട്ടുക. അത് പക്ഷെ അതേസമയം നമുക്ക് ഈ പറഞ്ഞ ഭയങ്കരമായിട്ടുള്ള ഒരു വലിയ ഫിനാൻഷ്യലി ഭയങ്കര സംഭവം നമുക്ക് ചിലപ്പം കിട്ടണമെന്നില്ല. പക്ഷെ ബിരിയാണിയിലൊക്കെ നമുക്കത് അത്യാവശ്യം ഇത് ചെയ്ത് പോയിട്ടുമുണ്ട് പിന്നീട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ കണ്ടന്റ് എടുത്ത് പിന്നെ എല്ലാവരും എനിക്കറിയില്ല, എനിക്ക് എൻ്റെ ഇതിലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഇതുവരെ അത്യാവശ്യം കുഴപ്പമില്ലാതെ സർവൈവ് ചെയ്ത് പോയിട്ടുണ്ട് ലൈഫും ഒക്കെ. പക്ഷെ ഭയങ്കര ഫിനാൻഷ്യൽ ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അത് വേറെ അല്ലേ. ഇപ്പൊ ഈ സിനിമയില് ഈ പറഞ്ഞ പോലെ മീഡിയയുടെ ഒരു ഇടപെടൽ, അല്ലെങ്കിൽ അതിൽ നിന്ന് എത്രത്തോളം ഈ റിയാലിറ്റിയും മീഡിയ കാണിക്കുന്ന പരിപാടികളും എത്രത്തോളം ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളൊരു ആശയം കൂടെ വളരെ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് സിനിമ. ഇത് നമ്മളൊരു മീഡിയയുടെ ഒരു ഇവല്യൂഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ സമീപകാലത്താണല്ലോ ഇതിന്റെ ഏരിയാസ് ഭയങ്കര തെളിഞ്ഞ് നമ്മൾ കാണുന്നത് ഈ സമീപകാലത്തും കൂടെയാണല്ലോ. ഈ ഐഡിയ ശരിക്കും പുതിയ ഇപ്പോ ഉണ്ടായ ഒരു ഐഡിയ ആണോ, അതോ ഈ സിനിമ ഒക്കെ ആലോചിക്കുന്ന ആ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഈ മീഡിയയുടെ ഈ ആംഗിളും കൂടെ ഇല്ല അതൊക്കെ ഇപ്പൊ ഉണ്ടായതാണ്. ഇപ്പൊ നമ്മുടെ ലൈഫിലുണ്ടായ ചില കാര്യങ്ങളും ഇൻസിഡന്റും ഒക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ പിന്നെ നമ്മുടെ ഒരു ഒബ്സർവേഷൻ ഉണ്ടല്ലോ, അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഐഡിയ ആണ് അത്. പിന്നെ നമുക്ക് എല്ലാം മോശമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ, അതിന്റെ ഒരു ബാലൻസിങ് ഭയങ്കര. ഇതിൽ ഞാൻ ഇപ്പം എല്ലാം മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഇതിൽ എല്ലാം നല്ലതാണെന്നും പറഞ്ഞിട്ടില്ല. ഇതിന്റെ യാഥാർത്ഥ്യം വളരെ കൃത്യമായിട്ട് പച്ചയായിട്ട് എന്താണോ നടക്കുന്നത് അത് സിനിമയിൽ കൊണ്ടുവരാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ അത് ഒരുപാട് പേര് പറയുന്നുണ്ട് അത് കറക്റ്റാണ്. ഫണ്ടിങ്, ഓൺലൈൻ ഫണ്ട്, മറ്റേ ഫണ്ട് കളക്ഷൻ എന്ന് പറയുന്ന
ചാരിറ്റി എന്ന് പറയുന്ന സാധനം CSR ഫണ്ട്. പല പല ഫണ്ടുകളുണ്ട്. അപ്പം ഒരുപാട് പേര് സോഷ്യൽ മീഡിയ വഴി ഫണ്ട് കളക്ട് ചെയ്ത് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യുന്നുണ്ടല്ലോ, പലരുടെ അസുഖത്തിന് മാറ്റാനും അങ്ങനത്തെ ഒരു പ്ലോട്ട് വേണമല്ലോ ഇത്. അതും പൂർണ്ണമായിട്ട് ശരിയാണോ എന്ന് പറഞ്ഞാൽ ശരിയാണ്, അല്ല പൂർണ്ണമായിട്ട് തെറ്റാണോ എന്ന് വെച്ചാൽ തെറ്റുമല്ല. അപ്പൊ അങ്ങനെയല്ല, നമുക്ക് കുറെ പേർക്ക് അത് സഹായം കിട്ടുമ്പോൾ വേറൊരു സ്ഥലത്ത് അപ്പൊ ആ വശങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവരണം. അതിൽ ഒരു യൂട്യൂബർ അയാള് ചിലപ്പോൾ അയാളുടെ റീച്ചിന് വേണ്ടിയിട്ടായിരിക്കും പല കാര്യങ്ങൾ ചെയ്യുന്നത്, പക്ഷെ അയാളും പൂർണ്ണമായിട്ട് തെറ്റാണോ എന്ന് വെച്ചാൽ തെറ്റല്ല, അയാളുടെയും നിലനിൽപ്പ് വലിയ ഒരു വിഷയമാണല്ലോ. അപ്പൊ അത് കൃത്യമായിട്ടൊരു സിനിമ എന്നുള്ള നിലയിൽ ഇതെല്ലാം കൃത്യമായിട്ട് കാണിക്കുക എന്നുള്ളത് അത് എളുപ്പമല്ല ഇതുപോലത്തെ ഒരു സ്ക്രിപ്റ്റില് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനല്ല അത് പറയേണ്ടത്, പക്ഷെ അങ്ങനെയാണ് എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്സും കണ്ടവരും ഒക്കെ ആയിട്ട്. അപ്പൊ അതാണല്ലോ മിത്ത് ഓഫ് റിയാലിറ്റി, ആ ഒരു യാഥാർത്ഥ്യം, നമ്മുടെ ചുറ്റും നടക്കുന്ന സത്യങ്ങളെ ഒരു 2 മണിക്കൂർ സിനിമയിൽ ഒരു കഥയിലൂടെ അല്ലെങ്കിൽ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരില്ല, വിശ്വാസികളായിട്ടുള്ള മനുഷ്യരുണ്ട്, അവിശ്വാസികളായിട്ടുള്ള മനുഷ്യരുണ്ട്. അപ്പം വിശ്വാസികൾ വിചാരിക്കുന്നത് അവിശ്വാസികൾ തെറ്റെന്നാണ്, അവിശ്വാസികൾ വിചാരിക്കുന്ന വിശ്വാസികൾ തെറ്റെന്നാണ്. നമുക്ക് ഏതാണ് അത് അവനവന്റെ തലത്തിൽ നിന്ന് അവനവൻ ചിന്തിക്കേണ്ട ഇത് ചെയ്യേണ്ട കാര്യമല്ലേ. അതെ, സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതിൽ തെറ്റും ശരികളൊന്നുമില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടുത്തെ ശരി വേറൊരു രാജ്യത്ത് പോയ തെറ്റാണ്, അവിടുത്തെ തെറ്റ് ഇവിടുത്തെ ശരിയാണ്. ഈ മറ്റൊരു കാര്യം, ഇപ്പൊ ബിരിയാണിക്ക് ശേഷം തിയേറ്റർ വരുമ്പോൾ ഈ 2 സിനിമകളും കൂടെ അത് രണ്ടും കോർത്തിണക്കിയ ആൾക്കാർ പറയുന്നത് ഈ ഫീമെയിൽ പെർസ്പെക്റ്റീവിൽ ഒരു ആംഗിൾ ഉണ്ടല്ലോ. അത് സജിനോടും ചോദിക്കുമ്പോൾ സജിൻ പറയുന്നത് അത് ഞാൻ ഭയങ്കര ഫോഴ്സ്ഫുളിയോ അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ് അല്ല, ഞാൻ ഭയങ്കര പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് അല്ല, അതങ്ങനെ വന്നു പോകുന്നതാണ്. ഇപ്പൊ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടറിന്റെ അയാൾ വരുന്ന കമ്മ്യൂണിറ്റി തീരുമാനിക്കുന്ന പോലെ തന്നെ അത് ഭയങ്കര ഓർഗാനിക് ആയിട്ട് രണ്ടും അങ്ങനെ ആയിപ്പോയതാന്നൊക്കെ. പക്ഷെ ഈ ഫീമെയിൽ പെർസ്പെക്റ്റീവ് വരുമ്പോൾ ഇത് എഴുതുന്നത് മെയിൽ ആയിട്ടുള്ള ഒരാളാവുമ്പോൾ അതിലൊരു ഒതന്റിസിറ്റിയുടെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. എത്രത്തോളം ഒതന്റിക് ആവണം, അല്ലെങ്കിൽ നമ്മുടെ പെർസ്പെക്റ്റീവ് ശരിയാണോ, ഇതിൽ വേറൊരു പെർസ്പെക്റ്റീവ് വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു കൺസേൺ ആയിട്ട് വരുമല്ലോ. ഇതിന് ആരെങ്കിലും പോയിന്റ് ഓഫ് വ്യൂ ചേർക്കാനോ അല്ലെങ്കിൽ കൊളാബറേറ്റേഴ്സ് ചേർക്കാനോ അങ്ങനത്തെ ഒക്കെ ഒരു അസോസിയേഷൻ നടന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പൊ ഞാനെന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ പർപ്പസ്ഫുള്ളി ഒരു ഫീമെയിൽ സെൻട്രിക് സിനിമ ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്യുന്നതല്ല, യാദർച്ഛികമായിട്ട് അങ്ങനത്തെ സിനിമകൾ വന്നു പോകുന്നതാണ്. അപ്പം പിന്നെ ഇപ്പൊ ബിരിയാണിയുടെ സമയത്താണെങ്കിൽ അന്ന് എൻ്റെ ചുറ്റുമുള്ള സ്ത്രീ, അപ്പം ആ ഒരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. ഇപ്പൊ എനിക്കിപ്പം നമ്മുടെ ഒരു പഠനത്തിന്റെ ഇവിടെ ഒരു ഭാഗമാണ് മറ്റുള്ളവരുടെ ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ ആ കഥാപാത്രത്തെ ചിന്തിക്കുമ്പോൾ ഇപ്പൊ എനിക്ക് എൻ്റെ ഭാഗത്ത് നിന്നല്ല ചിന്തിക്കാൻ പറ്റും, ഒരു മെയിൽ എന്നുള്ള നിലയിൽ. അപ്പൊ ഞാൻ ഇതാണ് ചെയ്തത്, എൻ്റെ കൂടെ ചുറ്റും നിൽക്കുന്ന പലരുമായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്തു. ഇപ്പൊ എൻ്റെ അമ്മ ഉൾപ്പെടെ, പെങ്ങൾ ഉൾപ്പെടെ, എൻ്റെ ഗേൾ ഫ്രണ്ട്സ് അന്നുണ്ടായിരുന്ന അവര് പെൺ സുഹൃത്തുക്കൾ ഉൾപ്പെടെ എല്ലാവരുമായിട്ട് ഞാൻ ഇത് ഡിസ്കസ് ചെയ്യും. അവരുടെ കൂടെ ഒരു ഇത് എടുത്തിട്ടാണ് പല കാര്യങ്ങളിലും മൈന്യൂട്ടായിട്ടുള്ള പല കാര്യങ്ങളിലും ബിരിയാണിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഇതിലും ഏകദേശം അതിൻ്റെ ഒരു ഇത് നമുക്കറിയാമല്ലോ, നമ്മളൊരു മനസ്സിലാക്കലുണ്ടല്ലോ ആ പടത്തിന് വേണ്ടിയിട്ട് ചെയ്തപ്പോൾ. അതൊക്കെയാണ് ഈ പടത്തിലും കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നത്. അതാണ് അമ്മയുടെ ആ ഡയലോഗും എല്ലാ കാര്യങ്ങളും. അത് അമ്മയിലൂടെയും റിമയ്ക്ക് അധികം ഡയലോഗ്സ് കുറവാണല്ലോ ഈ പടത്തിൽ. അപ്പൊ അത് ഉറപ്പായിട്ട് അത് ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു മാറിപ്പോകരുതല്ലോ നമ്മൾ ഒരിക്കലും. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ സിനിമ റിലേറ്റ് ചെയ്യുന്നത് സ്ത്രീകളാണ്. ഇപ്പൊ ബിരിയാണി ഏറ്റവും കൂടുതൽ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്ന മുസ്ലിം സ്ത്രീകളാണ്. അതിൽ മുസ്ലിം സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ അവർക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മൊത്തം സിനിമയും ചില ആൾക്കാർ എൻ്റെ അടുത്ത് തന്നെ എൻ്റെ കഥ നിനക്ക് എങ്ങനെ കിട്ടി എന്നൊക്കെ ഉള്ള തരത്തിലാണല്ലോ സംസാരിച്ചത് എൻ്റെ അടുത്ത്. അപ്പൊ അങ്ങനെ ഒരു പഠനം അതിന് പർപ്പസ്ഫുള്ളി ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ട്. റിമയുടെ ഭാഗത്തു നിന്നുള്ള ഈ പറഞ്ഞ പോലെ ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ചോ അല്ലെങ്കിൽ അവിടുന്ന് ഒരു ഇത് വന്നിട്ടുണ്ടോ, ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു തോട്ട്, അല്ലെങ്കിൽ ഇപ്പൊ തിയേറ്റർ എന്നുള്ള സിനിമ റിമയിലേക്ക് എത്തുമ്പോൾ റിമ പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ, അതിലൊരു ചേഞ്ച്, അതിലൊരു വ്യാപ്തി മാറലോ അങ്ങനെ ഉണ്ടായിട്ടില്ല? ഇല്ല, അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ഞാൻ പക്കാ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. അപ്പൊ അതില് പിന്നീട് അതിന് വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവരില്ല. അത് പെർഫോമൻസിൽ അവർ കൊണ്ടുവരും. നമുക്കിപ്പോൾ പെർഫോമൻസ് അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ, അവർക്ക് ആ കഥാപാത്രത്തെ ഗംഭീരമായിട്ട് ഉൾക്കൊണ്ടിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അത് പൊളിറ്റിക്സും അതിന്റെ ഇതുമല്ല എന്റേത് തന്നെയല്ലേ. പൊളിറ്റിക്സ് അല്ല, ഫിലോസഫി. ഞാൻ പറയുന്ന പൊളിറ്റിക്സ് എന്നല്ല ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരു ഇതിലോട്ടില്ല. ഇപ്പൊ ഒരിക്കലും റിമ എന്ന് പറഞ്ഞ ഒരു അർബൻ സ്ത്രീ ആയിട്ട് നമ്മൾ എല്ലാവരും കാണുന്നത്, നീലത്താമരയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും. പക്ഷെ റിമയുടെ ലൈഫുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ക്യാരക്ടറാണ് ഈ ഇതിൽ ചെയ്യുന്ന മീര. കനിയുടെ ലൈഫുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ക്യാരക്ടറാണ് ഖദീജ. അപ്പൊ അത് നമ്മൾ കാണുന്ന കാഴ്ചകളും
നമ്മുടെ ഇതും ഇപ്പൊ തെങ്ങി കയറുക, ഈ പറഞ്ഞ വാഴ വെട്ടുക, ഈ ചക്ക ഇടുക അന്ന് റിമ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പം പിന്നെ അതുപോലെ ഇതിൽ ഏറ്റവും അവരെ പോലെ ഒരാളെ അവരുടെ ഇമേജ് മാറ്റിയിട്ട് അത്രയും പെർഫെക്റ്റ് ആക്കിയിട്ടല്ലേ, ഒരു നാട്ടിൻപുറത്തുകാരി ആയിട്ടാണല്ലോ എല്ലാവരും റിലേറ്റ് ചെയ്യുന്നതാണല്ലോ. റിമയിൽ നിന്ന് അത് പ്രതീക്ഷിച്ചില്ല എന്ന് എല്ലാവരും പറയുന്നത്. ഒരു ത്രൂ ഔട്ട് ക്യാരക്ടറല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരും അത്ര അത് ഉൾക്കൊള്ളാനുള്ള ഇത് അവർക്കുണ്ട്. അവരുടെ ഒരു പെർഫോമൻസ്, അവർ അത്രയും കോൺട്രിബ്യൂഷൻ അവർ ചെയ്തിട്ടുണ്ട് ഒരു ആക്ട്രസ് എന്നുള്ള നിലയിൽ. അത് എല്ലാവരും നമുക്ക് കൃത്യമായിട്ട് ചാനലൈസ് ചെയ്തെടുക്കാം, നമുക്ക് വേണ്ട കാര്യങ്ങൾ എടുക്കുക എന്നുള്ളതാണല്ലോ എല്ലാ ആർട്ടിസ്റ്റുകളെയും കൊണ്ട് ചെയ്യുന്നത്. ഇതേ ആർട്ടിസ്റ്റുകൾ തന്നെ വേറൊരു പടത്തിൽ പോയി ചെയ്ത് കഴിഞ്ഞാൽ അത് പടം വർക്കാവാത്ത എത്രയോ ഇതുണ്ട്. അപ്പൊ നമ്മുടെ സിനിമ നമ്മുടെ ഒരു സങ്കല്പമാണല്ലോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ തിയേറ്റർ എന്ന സിനിമയ്ക്കും ഇനിയുള്ള ജേണിക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു.